എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോസ്റ്റ്മാൻ്റെയും ബേബിയുടെയും നംഗേ പയർ എന്ന് പറഞ്ഞ കഥയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഈ കഥയിലെ കുറച്ച് ഭാഗങ്ങൾ എടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ബേബി എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു ദിവസത്തെ ചര്യകളും അവരുടെ വീട്ടിലെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്തരത്തിലുള്ള കുട്ടികളെ നിങ്ങൾ മുന്നേ എപ്പോഴെങ്കിലും കണ്ട് പരിചയമോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുകളിൽ ധാരാളം ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരെയൊക്കെ പോയി കാണാനും അവരുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിച്ച സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു. പോസ്റ്റ്മാൻ പറയുന്നുണ്ട്, പോസ്റ്റ്മാൻ का काम जिस तिसकी टाक को जिस तिसके हाथ में सौंपने का अहाते में फेंकने का नहीं, यहाँ कौन सा मनोभाव प्रकट होता है അല്ലേ. ചോദ്യം ഇതായിരുന്നു, പോസ്റ്റ്മാൻ്റെ ജോലി എന്ന് പറഞ്ഞത് ആരുടെ പേരിൽ എഴുതിയ കത്താണോ ആ കത്ത് അയാളുടെ കൈവശം കൊടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ മുറ്റത്ത് എറിഞ്ഞു പോരലല്ല. ഇത് ആ പോസ്റ്റ്മാൻ്റെ ഏത് മനോഭാവമാണ് പ്രകടമാവുന്നതെന്നാണ് ചോദ്യം. എന്താണ്? വളരെ സിമ്പിളാണ്. ഈമാൻദാരി എന്ന് പറഞ്ഞാൽ ജോലിയോടുള്ള സത്യസന്ധത, സച്ചായി എന്നൊക്കെ പറയാം. പിന്നെയോ ആത്മാർത്ഥത, ജോലി ചെയ്യുന്ന തന്നിലേൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുക, ഇതൊക്കെ അയാളുടെ മനോഭാവമായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായിരിക്കണം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവുക, ഈമാൻദാരി, സച്ചായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ബാക്കിയും കൂടിയാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ അവസാനിപ്പിച്ചത് ബേബി അയാളുടെ കാലിൽ ചെരുപ്പില്ലാത്ത അവസ്ഥയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ആലോചിച്ചു. പിന്നെ അവളുടെ മനസ്സിൽ നിന്നും പോസ്റ്റ്മാൻ്റെ ചിന്ത പോയി. ഇനി ബാക്കി നോക്കാം. ജാഡ ഗയാ ഔർ ഗർമി ആയി ധൂപ്പ് കുച്ച് തേസ് പടിനെ ലഗി തി. അങ്ങനെ തണുപ്പ് മാറി ഗർമിയായി, ചൂട് വന്നു. ജാഡ എന്ന് പറഞ്ഞ തണുപ്പ്, ഗർമി എന്ന ചൂട്. ധൂപ്പ് കുച്ച് തേസ് പടിനെ ലഗി, വെയിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് വരാൻ തുടങ്ങി, ഭൂമിയിലേക്ക് സ്ട്രോങ് ആയിട്ട് വരാൻ തുടങ്ങി. തേസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയി. കോൽദാർ കി സടക് തബിനെ ലഗി തി, ടാറിട്ട റോഡ് ഇങ്ങനെ പൊള്ളി നിൽക്കാൻ തുടങ്ങി അല്ലേ. റോഡിൽ ഉച്ചക്കൊക്കെ നമ്മൾ ചെരുപ്പിടാതൊക്കെ നടക്കുമ്പോഴുള്ള ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചൊക്കെ, നല്ല ചൂടായിരിക്കും അല്ലേ. പർ പോസ്റ്റ്മാൻ ആത്ത, ഈ സമയത്തും പോസ്റ്റ്മാൻ വരുന്നു. എങ്ങനെയാണ് വരുന്നത്? ഉസ്കെ പാസ് ചത്തരി നെയ്. എന്താന്ന് ചാത്ത എന്ന് പറഞ്ഞാൽ കുട, ചത്തരി. അയാളുടെ കയ്യിൽ കുടയില്ല. സൈക്കിളില്ല. അവർ ജൂത്ത ബി നെയ്യില്ല, ചെരുപ്പ് പോലുമില്ല. സ്വാഭാവിക പോസ്റ്റ്മാനെ നിങ്ങൾ കണ്ട പോസ്റ്റ്മാൻ എങ്ങനെയാണെങ്കിൽ സൈക്കിളിൽ വരും, അല്ലെങ്കിൽ ചെരുപ്പിട്ടിട്ട് കുടയൊക്കെ ആയിട്ട് വരുന്ന ആളുകളെ. പക്ഷെ ഈ പറഞ്ഞ 3 സാധനങ്ങളും ഈ പോസ്റ്റ്മാന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ധൂപ്പ് സേ ഉസ്കാ ചെഹര ലാൽ പീലാ ഹോത്ത, വെയിൽ കാരണം ഉസ്കാ ചെഹര, അയാളുടെ മുഖം ലാൽ പീലാ ഹോത്ത, ചുവന്ന് തൊടുത്തിരുന്നു. വെയിൽ കൊണ്ടിട്ട് അയാളുടെ മുഖം ചുവന്ന് തൊടുത്തിരുന്നു. പസീന സേ ഉസ്കി കമീസ് പീട്ട് സേ ചിപ്പക്കി രഹി. പസീന എന്ന് പറഞ്ഞാൽ വിയർപ്പ് കാരണം അയാളുടെ ഡ്രസ്സ് ശരീരത്തിനോട് ഒട്ടിപ്പിടിച്ചിരുന്നു, വിയർത്തിട്ട്. सूखे अधरों पर वह जबान फिराकर लचीली हंसी हंसता और ताक देकर लौट जाता. ഉണങ്ങിയ ചുണ്ടുകളെ നാവ് കൊണ്ട് അയാൾ ഇങ്ങനെ നക്കി തുടക്കുമായിരുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് ചുണ്ട് ഇങ്ങനെ വരണ്ടു പോവുക, ഉണങ്ങിപ്പോവുക. അപ്പോൾ നാവ് കൊണ്ട് ഇങ്ങനെ അതിനെ നനയ്ക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് ഒരു ലജ്ജയുള്ള ചിരിയും ചിരിച്ചിട്ട് അയാൾ ഇങ്ങനെ വരും. ധൂപ്പ് സേ ജലത്തെ നംഗേ പർ ഘൂംത രഹാ, വെയിൽ കൊണ്ട് കത്തി നിൽക്കുന്ന റോഡിൽ ചെരുപ്പിടാതെ അയാൾ കത്ത് തന്നിട്ട്, ആ റോഡിലൂടെ നടന്നിട്ട് അയാൾ കത്തൊക്കെ തന്നിട്ട് അയാൾ തിരിച്ച് ലൗട്ട് ചെയ്യാത്ത തിരിച്ചു പോകുമായിരുന്നു. അപ്പം നിങ്ങൾ ഈ പോസ്റ്റ്മാൻ്റെ ഒരു വലിയ പ്രയാസം ഇവിടെ മനസ്സിലാക്കണം. അയാളുടെ കയ്യിൽ കുടയില്ല, സൈക്കിളില്ല, ചെരുപ്പ് പോലും ഇല്ല. ഉസ്നെ മാംസെ പൂച്ച, അത് കണ്ട് ബേബി അമ്മയോട് ചോദിക്കാം, മാം വഹ് പോസ്റ്റ്മാൻ നംഗേ പൈർ ഹി ക്യോം ഘൂംത, ആ പോസ്റ്റ്മാൻ എന്താ ചെരുപ്പിടാതെ നടക്കുന്നത്, നഗ്നനായി നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. കാലിൽ നഗ്നമായി നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. മാമിനെ കഹാ, അപ്പൊ അമ്മ പറഞ്ഞ മറുപടി എന്താ?
ചൈൽഡ് സെ കോയി നങ്കെ പയർ ഭൂമിക്ക് ബെട്ട. ആരെങ്കിലും സന്തോഷത്തോടെ ചെരുപ്പിടാതെ നടക്കുമോ ഈ വെയിലത്ത്? ആരെങ്കിലും സന്തോഷത്തോടെ ചെരുപ്പിടാതെ നടക്കുമോ? പൈരോമേ ഡാലിലേക്ക് ലേവ്സെ മിൽത്താൻ പോകാം. അയാൾക്ക് കാലിലിടാൻ ചിലപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അതായത് ചെരുപ്പ് വാങ്ങാനുള്ള ക്യാഷ് അയാളുടെ കയ്യിലില്ല എന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. ബേബിനെ मन ही मन निश्चय किया कि वह उस पोस्टमैन को नंगे पर चलने नहीं देगी. ബേബി അന്നൊരു മനസ്സിലൊരു തീരുമാനം എടുക്കുകയാണ്. मन ही मन निश्चय किया എന്നാണ് മനസ്സുകൊണ്ടൊരു തീരുമാനം എടുക്കുകയാണ്. ഉസ് പോസ്റ്റ്മാൻ को नंगे पर चलने नहीं देगी. ഇനി ആ പോസ്റ്റ്മാനെ ചെരുപ്പിടാതെ നടക്കാൻ അനുവദിക്കില്ല. യഹ് തൈ കർത്തേ ഹി ഉസെ സുഖദ് അനുഭൂതി. ഇത് ചിന്തിച്ചപ്പോൾ തന്നെ, ഇങ്ങനെ തീരുമാനിച്ചപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായി, ഒരു സന്തോഷം ഉണ്ടായി അല്ലേ? ഒരു നല്ല കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുമ്പോഴേക്കും നമുക്കൊരു വല്ലാത്തൊരു ഉന്മേഷം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ എങ്ങനെയാണ് ബേബി അതിനുള്ള പ്രതിവിധി കാണുന്നത് നോക്കാം. ഹമേഷ ആനെ വാലെ മോച്ചി ജബ് ഗർ ആയ. സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന മോച്ചി, ചെരുപ്പ് കുത്തി, അവരുടെ വീട്ടിലിടക്ക് വരുന്ന ഒരു ചെരുപ്പ് കുത്തി ഒരു ദിവസം വീട്ടിൽ വന്ന സമയത്ത് തബ് ബേബിനെ ഉസെ പാസ് ബുലായ. ബേബി അദ്ദേഹത്തെ പാസ് ബുലായ, തൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. എന്നിട്ടോ അവർ 5 രൂപയ ഉസ്കെ ഹാത്ത് മേ ദേക്കർ ധീമി ആവാസ് മേ കഹ. 5 രൂപ, 5 രൂപയെ ഉസ്കെ ഹാത്ത് മേ ദേക്കർ, അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് ധീമി ആവാസ് മേ, പതുങ്ങിയ ശബ്ദത്തിൽ, ധീമി പതുങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? മുജെ ഇസ്കെ ജൂത്തെ ബനാദോ. എനിക്കിതുകൊണ്ടൊരു ചെരുപ്പുണ്ടായിത്തരാം, എനിക്കിതുകൊണ്ടൊരു ചെരുപ്പുണ്ടായിത്തരാം. ഹരീബാനെ സിർ ഹിലാക്കർ കഹ. ഹരീബ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ആ ചെരുപ്പ് കുത്തിയുടെ പേരാണ്, അങ്ങനെ മനസ്സിലാക്കിക്ക. ഹരീബാനെ സിർ ഹിലാക്കർ കഹ. ഈ ചെരുപ്പ് കുത്തി ഹരീബ തല ആട്ടിക്കൊണ്ട്, സിർ ഹിലാക്കർ തല ആട്ടിക്കൊണ്ട് പറഞ്ഞു, ബനാദൂങ്ക, ഞാൻ ഉണ്ടാക്കി തരാം. ബഹിൻ, കുട്ടി, നാപ്പിലെ, എനിക്ക് എന്ത് വേണം? നാപ്പ്, അളവ് വേണം. നമ്മൾ പറയില്ലേ 6 ഇഞ്ച് 7 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ അളവ് കൊടുക്കില്ലേ, അതേപോലെ എനിക്ക് അളവ് വേണം. വഹ്ബൂലി. ആ സമയത്ത് അവൾ പറയാണ്, അരെ മേരെ പയർക്കാനഹീൻ, എന്റെ കാലിനല്ല, മേരെ പയർക്കാനഹീൻ, എന്റെ കാലിനല്ല. ഫിർ കിസ്കലി. അപ്പൊ അയാൾ ചോദിക്കണം, പിന്നെ ആർക്കാ? പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഹരീബാനെ പൂച്ച, ആ ചെരുപ്പ് കുത്തി ചോദിച്ചു. ഇസ് പ്രശ്നക്കോ സുൻകർ ബേബി എ ഉൽച്ചൻ മേ പഠിത്തേ. ഈ ചോദ്യം കേട്ടപ്പോൾ ബേബി ഒരു ചിന്താക്കുഴപ്പത്തിലായി. ഉൽച്ചൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം, ചിന്താക്കുഴപ്പം, ആലോചനയിലായി എന്നൊക്കെ പറയാം. ഉസ്കോ ലഗാക്കി മാനോ അബ് സാര കേൽ ബിഗഡിനെ ചാരണ്ട. അവൾക്ക് തോന്നി തന്റെ എല്ലാ പദ്ധതിയും പൊളിഞ്ഞു പോകും. ബിഗഡിന പറഞ്ഞാൽ പൊളിയുക, നശിക്കുക എന്നൊക്കെയാണ്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അവൾ എന്താണ് ഉദ്ദേശിച്ചത്, ചിന്തിച്ചത്? ആരും അറിയാതെ സർപ്രൈസ് ആയിട്ട് പോസ്റ്റ്മാന് ചെരുപ്പ് കൊടുക്കാന്നാണ് അല്ലേ? അപ്പോ സ്വാഭാവികമായിട്ടും പോസ്റ്റ്മാനായിരിക്കും അത് ഏറ്റവും വലിയ സർപ്രൈസ്, ആരും അറിയാൻ പാടില്ല. അങ്ങനെയുള്ള ആ പദ്ധതി സ്വാഭാവികമായിട്ടും പൊളിയും എന്ന് അവൾക്ക് തോന്നി. കാരണം അളവില്ല, അളവുണ്ടാവണമെങ്കിൽ പോസ്റ്റ്മാനോട് ചോദിക്കണ്ടേ. അന്ത്മേം പ്രതീക്ഷ കർത്തവ്യെ മോചി സേവ്സിനെ കഹ. അവസാനം പ്രതീക്ഷയോടെ അവൾ ചെരുപ്പ് കുത്തിയോട് പറഞ്ഞു, ദോ ദിൻ കെ ബാദ് ആവോ. എന്താ പറഞ്ഞത്? 2 ദിവസം കഴിഞ്ഞ് വരൂ. ഹരിബ മേ മാപ്പ് ദൂങ്ക. ഹരിബ, ഞാൻ അളവെടുത്ത് തരാം, 2 ദിവസം കഴിഞ്ഞ് വരും. അങ്ങനെ ദൂസരെ ദിൻ പോസ്റ്റ്മാൻ ആയ അവർ തോടി ദേർ തക്ക് ഏക്ക് ഏക്കർ ഡാക്ക് ദേക്കർ ചലകയ. അടുത്ത ദിവസം പോസ്റ്റ്മാൻ വന്നു. കത്ത്, 1-2 കത്തുകളൊക്കെ അവിടെ കൊടുത്തിട്ട് അയാൾ അതേപോലെ തിരിച്ചു പോയി. ടാക്ക് കുർസി पर रखकर बेबी अहाते के किनारे आई और सीटियों से नीचे उतर गई. കത്തൊക്കെ, തനിക്ക് കിട്ടിയ കത്തൊക്കെ കുർസി पर रखकर, ഒരു കസേരയിൽ വെച്ചിട്ട് അവള് സീറ്റിയോക്കെ അഹാത്തേക്ക് കിനാരെ, മുറ്റത്തിന്റെ ഭാഗത്തേക്ക് നടന്നിട്ട് സീറ്റിയോം സെ നീച്ചെ ഉതർ ഗൈ, സ്റ്റെപ്പുകൾ താഴത്തേക്ക് ഇറങ്ങി. സീറ്റ് ഔട്ടിൽ നിന്ന് താഴേക്ക് മുറ്റത്തേക്ക് ഇറങ്ങി. ഫിർ ഫ്രാക്ക് കി ജേബ് സെ പർക്കാർ നിക്കാൽക്കർ. എന്നിട്ട് തന്റെ ഉടുപ്പിന്റെ ജേബ് സെ, പോക്കറ്റിൽ നിന്നും പർക്കാർ നിക്കാൽക്കർ, അളവെടുക്കുന്ന ഉപകരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പർക്കാർ നിക്കാൽക്കർ പുറത്തെടുത്തിട്ട് ജാനെ വാലെ പോസ്റ്റ്മാൻ കെ പൈരോം കെ നിഷാൻ ക നാപ്പ് ജോബ് കിയ. നടന്നു പോയിട്ടുള്ള ആ പോസ്റ്റ്മാന്റെ കാലിന്റെ അടയാളം, നിഷാൻ അടയാളം, നാപ്പ് ജോക്കിയ, ആ അടയാളം കറക്റ്റായിട്ട് അവൾ അളവെടുത്തു. എങ്ങനെ? പൈരോം കി ഗോലായി ആദി കട്ടി ടിക് മാ, കാലിന്റെ ആ വൃത്താകൃതിയൊക്കെ കറക്റ്റായിട്ട് അവൾ തന്റെ കയ്യിലുള്ള ഉപകരണം കൊണ്ട് എടുത്തു.
മാപ്പ് ലേക്കർ വഹ് ഫിർ കമരമേ ആയി ആകെ. അങ്ങനെ അവൾ അളവെടുത്തിട്ട് തിരിച്ച് തൻ്റെ റൂമിലേക്ക് തന്നെ വന്നു. അപ്പോൾ എങ്ങനെയാണ് അവൾ തൻ്റെ ഈ പോസ്റ്റ്മാന് കൊടുക്കാനുള്ള ചെരുപ്പിൻ്റെ അടയാളം ആരും അറിയാതെ അയാളുടെ കാലിൻ്റെ അടയാളം വെച്ചിട്ടാണ് അളവ് എടുത്തത്. ഓക്കെ, അവൾക്ക് എങ്ങനെയെങ്കിലും പോസ്റ്റ്മാന് ചെരുപ്പ് കൊടുക്കണം, അതാണ് അവളുടെ ദൃഢനിശ്ചയം. ഹരീബ മോച്ചിക്കോ കാമില. അങ്ങനെ ഹരീബ എന്ന് പറഞ്ഞ ചെരുപ്പുത്തിക്ക് ജോലി കിട്ടി. എന്താ ജോലി? ഈ ചെരുപ്പ് ഉണ്ടാക്കാനുള്ള അളവൊക്കെ കൊടുത്തു. ഉസ്നെ ഹിസാബ് സെ ജൂത്തെ തയ്യാറാക്കി. അയാൾ വളരെ കൃത്യമായ അളവോടുകൂടി ജൂത്തെ തയ്യാറാക്കിയ ചെരുപ്പ് ഉണ്ടാക്കി കൊടുത്തു. അവർ ബേബിക്കോ ലാക്കർ ദേവിയ. എന്നിട്ട് ബേബിക്ക് കൊടുത്തു, ബേബിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. തപ്പ് ഹോളി ക ത്യോഹാർ മനായ ജാ ചുക്കത. ആ സമയത്ത് ഹോളി ഉത്സവം നടക്കുന്ന സമയമാണ്. നിറങ്ങളുടെ ഉത്സവമായ ഹോളി ഉത്സവം നടക്കുന്ന സമയമാണ്. ദോപഹർ കോ പോസ്റ്റ്മാൻ കബ് ആയേഗ ഇസ്കി പ്രതീക്ഷ കർത്തേ ഹുയെ ബേബി ബൈഠ് ഗയി. ഉച്ചയ്ക്ക് ശേഷം, ദോപഹർ ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മാൻ എപ്പോഴാണ് വരിക അതും പ്രതീക്ഷിച്ചിട്ട് അവൾ ഇങ്ങനെ അവിടെ അയാളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അയാൾക്ക് ഈ ചെരുപ്പ് കൊടുക്കാൻ. दोपहर को पोस्टमैन आया और बेबी के आने की राह देखने लगा. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം പോസ്റ്റ്മാൻ വന്നിട്ട് ബേബി വരുന്നതും നോക്കി, ബേബി വരുന്ന വഴി നോക്കി അയാൾ അങ്ങനെ നിന്നു. ബേബിയെയും കാത്തു നിന്ന് അയാൾ അങ്ങനെ അവിടെ നിന്നു. और धीरे धीरे बेबी आई और पुराने अखबार में लिपटा एक बंडल लेकर अहाते में गड़ी हो गई. പതുക്കെ പതുക്കെ ബേബി വന്നു. പഴയ അക്ബർ എന്ന് പറഞ്ഞ പത്രം ഒരു പൊതിയാക്കിയിട്ട് അത് ആഹാത്തേമേ ഗടികെ, അതുമായിട്ട് അവൾ മുറ്റത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു. ഈ ചെരുപ്പ് ഒരു പത്രത്തിൽ പൊതിഞ്ഞിട്ട് അതുമായിട്ട് പുറത്തേക്ക് വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹമേഷ കി തരഹ വഹ് മുസ്കുരായ और പത്രോं का गड्ढा उसने बेबी के हाथ में दे दिया. എന്നത്തെയും പോലെ അയാൾ പുഞ്ചിരിച്ചു. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള കത്തുകളൊക്കെ ബേബിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ബേബി നെട്ടോക്ക. ആ സമയത്ത് ബേബി പറയാണ്, അജി തുമ്നെ ഹോളിക്ക ഉപഹാർ നെഹി മാങ്ക. നിങ്ങൾക്ക് ഹോളിന്റെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലേ, സമ്മാനം ഒന്നും തന്നില്ലേ? അപ്പൊ പോസ്റ്റ്മാൻ പറയാണ്, മാങ്കുങ്കി ബഹൻജി, എനിക്ക് ഞാൻ ചോദിച്ചോളാം. സാഹബ് സെ പേന്റ് നെഹി മോരെ. സാഹബിനെ കണ്ടിട്ടില്ല, അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അച്ഛനെ ഞാൻ ഇവിടെ സാഹബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അവരുടെ ജോലി സ്ഥലത്തുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ ബേബിയുടെ അച്ഛനായിരിക്കാം. രണ്ടും ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ തൽക്കാലം നമുക്ക് സാഹബ് സെ പേന്റ്, ഞാൻ അച്ഛനായിട്ട് തന്നെ എടുക്കുകയാണ്. അച്ഛൻ്റെ കയ്യിൽ നിന്നും ഹോളി ഉത്സവത്തിലുള്ള സമ്മാനമൊന്നും കിട്ടിയിട്ടില്ലേ എന്നാണ് ബേബി ചോദിച്ചത്. यह सुनते सुनते बेबी ने पोस्टमैन के हाथ में जूते का बंडल थमा दिया. ഇത് കേട്ടുകൊണ്ട് ബേബി തൻ്റെ കയ്യിലുള്ള ആ പത്രത്തിൻ്റെ പൊതി എടുത്തിട്ട് അവൾ പോസ്റ്റ്മാൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അച്ഛരക് സേ സക് പക്കാക്കർ ഉസ്നെ ബണ്ടൽ ഖോല. വളരെ, അതായത് ഒരു സർപ്രൈസോട് കിട്ടിയ ഒരു സാധനം, വളരെ ആകാംക്ഷയോടെ അയാൾ ആ ബണ്ടൽ, ആ പൊതി തുറന്നു നോക്കി. ഭീത്തർ ഏക് ജോഡി സുന്ദർ ജൂത്തേ. ഉള്ളിൽ ഒരു ജോഡി സുന്ദരമായ ചെരുപ്പുണ്ടായിരുന്നു. പോസ്റ്റ്മാൻ മൻഹി മൻ കഹൂഡ. ആ സമയത്ത് പോസ്റ്റ്മാൻ തന്റെ മനസ്സിൽ പറയാണ്, ഇസ് ബച്ചിനെ തോ മുझे നംഗേ പർ ജൂത്തെ ദിയാ. എന്റെ നഗ്നമായ കാലുകൾക്ക് ഈ കുട്ടി എനിക്ക് ചെരുപ്പ് തന്നിരിക്കുന്നു, ചെരുപ്പുകൾ തന്നിരിക്കുന്നു. നഗ്നമായ കാലുകളിൽ ഇടാൻ വേണ്ടി ചെരുപ്പുകൾ തന്നിരിക്കുന്നു. ഉസ്കെ പയർ നഹി. ആ കുട്ടിക്കാണെങ്കിൽ എന്തില്ല, കാലില്ല. വോ മേ കൈസേ ദേ സകൂങ്ക. അത് ഞാൻ എങ്ങനെ അവൾക്ക് തിരിച്ചു കൊടുക്കും? എൻ്റെ കാലുകളിൽ ചെരുപ്പില്ല എന്ന് കണ്ടറിഞ്ഞിട്ട് ആ കുട്ടി എനിക്ക് ചെരുപ്പ് സ്വന്തമായി ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഒരു കാലില്ലാത്ത ആ കുട്ടിക്ക് ഞാൻ എങ്ങനെ തിരിച്ച് മറ്റൊരു കാല് നൽകും? ഖാം ഗത്തം കർക്കെ വഹ് സീത പോസ്റ്റ് ഓഫീസ് കെയാ. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട്, ഖാം ഗത്തം കർക്കെ എന്ന് പറഞ്ഞാൽ ജോലി കഴിഞ്ഞിട്ട് അയാൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ബഡേ ബാബുക്കെ ടേബിൾ കെ സാമനെ ജാക്കർ ബോല. തൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ടേബിളിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് അയാൾ പറഞ്ഞു, സാഹബ് മേരി ലൈൻ ബദൽ ദീജിയെ. സാഹബ്, എൻ്റെ ലൈൻ ഒന്ന് മാറ്റി തരണം, എൻ്റെ റൂട്ടൊന്ന് മാറ്റി തരണം. സിറ്റി മേ കഹീം ബി ബദലി കർ ദീജിയെ. സിറ്റിയിലേക്ക് എങ്ങോട്ടെങ്കിലും എന്നെ ഒന്ന് മാറ്റി തരണം എന്ന് പോസ്റ്റ്മാൻ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും പോസ്റ്റ്മാൻ അങ്ങനെ പറയാനുള്ള കാരണം?
ആ വളരെ നിസ്സഹായതയാൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആ ബേബിയുടെ മുഖം ഇനിയും കണ്ടു നിൽക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. അല്ലേ? കാലില്ലാതെ നിൽക്കുന്ന കുട്ടിയുടെ മുഖം ഇനിയും കണ്ടു നിൽക്കാൻ അയാൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒരു മാറ്റം തൻ്റെ ഓഫീസറോട് ആവശ്യപ്പെട്ടത്. ഓക്കെ, അപ്പോൾ പാഠഭാഗം നന്നായിട്ട് വായിക്കുക. വായിച്ചിട്ട് പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒറ്റ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതായത് ചോദ്യം ഇതാണ്. പാഠഭാഗത്തിൽ തന്നെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. बेबी ने मन ही मन निश्चय किया कि वह उस पोस्टमैन को नंगे पैर चलने नहीं दे. ബേബി മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ പോസ്റ്റ്മാനെ ഞാൻ ഇനി ഒരിക്കലും ചെരുപ്പിടാതെ നടത്തിക്കിട. യഹ് തൈ കർത്തേ ഹുയെ ഉസേ സുഖദ് അനുഭൂതി ഹുയി. ഇത് ചിന്തിച്ചപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു സുഖകരമായ അനുഭൂതി ഉണ്ടായി. കാരണം ക്യാ ഹോഗ, എന്തായിരിക്കും അതിന് കാരണം? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്ക്. അതോടൊപ്പം തന്നെ ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക. വായിച്ചിട്ട് സംശയങ്ങളൊക്കെ തീർക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പാഠഭാഗത്തിലെ മറ്റ് എക്സാമിന് വരുന്ന സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുക. ഓക്കെ.